നോക്കുകയാണെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക ഒരു സാഹിത്യകാരനെയാണ് അലങ്കോട് ലീലാകൃഷ്ണനെയാണ് LDF ഇത്തവണ മത്സരാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഇനി UDFിലേക്ക് പോവുകയാണെങ്കിൽ മുൻ മേയർ കൂടിയായ രാജൻ ജെ പല്ലൻ അദ്ദേഹം മുൻപതിൽ തന്നെ ഉണ്ട്. പ്രചാരണവുമായി അതീവ തിരക്കായി തന്നെ നടക്കുകയാണ്. NDAയിലേക്ക് വന്നാൽ അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കഴിഞ്ഞ 2 തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാൽ ഇത്തവണ മറുകണ്ഠം ചാടി NDAയ്ക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്നുള്ളത് അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ ജയ്ഹിന്ദ് മാർക്കറ്റിലാണ്. നാളെ ഈസ്റ്റർ ആണ്. ആളുകളൊക്കെ വന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെയുള്ള ആളുകളോട് ചോദിക്കാം. ചേട്ടാ, സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, തിരക്കാണല്ലേ? ഓക്കെ, ഏതായാലും ആരെങ്കിലും ഒക്കെ സംസാരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഹലോ, വോട്ടുണ്ടോ? ഇല്ല, വോട്ടില്ല. ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ. എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ? എങ്ങനെയാണ് യുവതലമുറയുടെ പ്രതീക്ഷകളൊക്കെ നമുക്ക് അറിയണമല്ലോ. ഓക്കെ, ഏതായാലും നോക്കാൻ സംസാരിക്കുമോ? ഓക്കെ, നമുക്ക് ഏതായാലും ഇതിനിടയിൽ ഒരു സ്ഥാനാർത്ഥിയെ കൂടി കാണാൻ കഴിയുന്നുണ്ട്. CPIMLന്റെ സ്ഥാനാർത്ഥി അർഷദാണ്. അർഷദ്, ഒരു മിനിറ്റ്, എങ്ങനെയാണ് പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നു? വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, 3 ദിവസം ഇനിയിപ്പോൾ ബാക്കി. വോട്ട് കിട്ടാന്നുള്ളതല്ല നമ്മുടെ വിഷയം. ജനകീയ വിഷയങ്ങൾ ചർച്ചയാവുന്നില്ല. നമ്മൾ അവരോട് സംസാരിക്കാൻ തയ്യാറാവുകയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് ഈ ഇലക്ഷൻ എത്തുമ്പോൾ 60% സാധനങ്ങൾക്ക് വില കൂടി. മനുഷ്യന്മാരുടെ കയ്യിൽ കാശില്ല. തൃശ്ശൂർ 10-30% കടയിൽ അടച്ചുപോയി. ഈ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ? ആരും ചർച്ച ചെയ്യുന്നില്ല. നമ്മളത് ചോദിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നില്ല എന്നുള്ളത്. നമുക്ക് വോട്ട് വേണ്ട, രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ. അപ്പോൾ രാഷ്ട്രീയം ചർച്ചയാവണമെന്നാണ് പറയുന്നത്. പിന്നല്ലാതെ ജനകീയ രാഷ്ട്രീയം ചർച്ചയാവുക. ജനകീയ രാഷ്ട്രീയം ഇവിടെ ആരും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവർ അവരുടെ കുറ്റം പറയും, അവർ ഇവരുടെ കുറ്റം പറയും. നിങ്ങളത് റിപ്പോർട്ട് ചെയ്യും. അല്ല, നിങ്ങൾക്ക് പോലും ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല. പിന്നെ ഈ നാടെങ്ങനെ? അപ്പം ഒരു മാറ്റം വേണം. മാറ്റം വേണം. അത് ജനങ്ങൾ തന്നെ കൊണ്ടുവരണം. അല്ലാതെ രാഷ്ട്രീയക്കാരെ കൊണ്ടൊന്നും നടക്കില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങളുടെ കാര്യം നമ്മൾ പഠിച്ച് അത് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക. അതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ദൗത്യം. അത് കമ്മ്യൂണിസ്റ്റുകാർ പോലും ചെയ്യുന്നില്ലാത്ത അവസ്ഥയാണ്. ഏതായാലും ഒരു മാറ്റം ഉണ്ടാവും, നമുക്ക് നോക്കി തന്നെ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.